ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാവ്യ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ കൂടെയുള്ള ഫസ്റ്റ് ക്ലാസ് ആണിത് അല്ലേ. എനിക്കറിയാം നിങ്ങളെല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. LDC എക്സാം എടുത്തു, തിരുവനന്തപുരം LDC കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ മാത്രം പോരല്ലോ, നമ്മളെ എവിടെ എത്തി എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ച് എവിടെ എത്തി, നമ്മുടെ സ്ഥിതി എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. അപ്പം ഇത് നോക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് എക്സാമുകൾ എഴുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സാമുകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നിട്ടില്ല, നമ്മുടെ മുന്നിലുണ്ടായിരുന്ന എക്സാമുകളായിരുന്നു ഈ അടുത്ത് നടന്ന ഖാദി ബോർഡ് LDCയുടെയും പിന്നെ തിരുവനന്തപുരം LDCയുടെയും എക്സാമുകൾ. അപ്പോൾ ഒരുപാട് പേര് അത് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പം കുറേ ആളുകൾ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ SCRT മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. ആ ഒരു എക്സാം, ഈ 2 എക്സാം കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ SCRT മാത്രം ബേസ് ചെയ്ത് പഠിച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ വേണ്ടി കൊണ്ട് കഴിയില്ല. പ്രത്യേകിച്ച് പ്രസ്താവന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിന് എന്തും കൂടെ വേണം, +1 ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതേപോലെ തന്നെ തുല്യതാ ടെക്സ്റ്റ് ബുക്കും നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഖാദി ബോർഡ് LDCയുടെയും പിന്നെ തിരുവനന്തപുരം LDCയുടെയും ഭരണഘടനാ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വളരെ രീതിയിലൊന്നും ഞാൻ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ കുറച്ച് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലുള്ള NCERTയുടെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞ പാഠത്തിലുള്ള ഒരു കുഞ്ഞു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് എന്ത് രൂപീകരിച്ചത്? രാജ്യസഭ രൂപീകരിച്ചത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് തന്നെ എന്താണ്? രാജ്യസഭയാണ്. അതായത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ത് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ പരിഗണന അംഗീകാരവും വേണം. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയം യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നുണ്ടെങ്കിൽ അത് ആരുടെ അംഗീകാരത്തിന് വേണം? രാജ്യസഭയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയം യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ വേണ്ടിക്കൊണ്ട് കഴിയുള്ളൂ. നോക്കണേ, സംസ്ഥാന പട്ടികയിലുള്ള ഏതെങ്കിലും വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇത് രാജ്യസഭയുടെ പ്രത്യേക അധികാരമായിട്ടാണ് പറയുന്നത്. ലോക്സഭയ്ക്ക് ഇങ്ങനെ ഒരു അധികാരം ഇല്ല. മനസ്സിലായില്ലേ? നമുക്കറിയാം ധനബില്ലിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ലോക്സഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ട്, അതിൽ രാജ്യസഭയ്ക്ക് അധികാരം കുറവാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ രാജ്യസഭയ്ക്കാണ് എന്ത് കൂടുതൽ അധികാരമുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കണ്ടിട്ടുള്ള നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള സെന്റൻസ് ഒരു മാറ്റവും ഇല്ലാതെ എന്ത് വന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിന് വന്നിട്ടില്ല. നോക്കിയേ, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. അടുത്ത നോക്ക്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിലും എന്ത് വേണം? രാജ്യസഭയുടെ അംഗീകാരം വേണം. മറ്റ് 2 സ്റ്റേറ്റ്മെന്റുകളും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചത്? ഓപ്ഷൻ B 1, 2 ശരി. ഓപ്ഷൻ B 1, 2 ശരി. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? നോക്കാം. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. പിന്നെ നിർമ്മലാ സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. നമുക്ക് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു ഭാഗം നോക്കിയാലോ, കേന്ദ്ര മന്ത്രിസഭയുടെ. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഘടന പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഘടന. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തലവൻ ആരാണ്? നമുക്കറിയാം, പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാർക്ക് വകുപ്പുകൾ കൊടുക്കുന്നതും
നിയമിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രിയുടെ രാജി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മരണം ഒക്കെ എന്തിലേക്ക് നയിക്കും? നമ്മുടെ മന്ത്രിസഭയുടെ അന്ത്യത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ വരുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകം തന്നെ പദവി കൊടുക്കുകയാണ്, ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക? ഈ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരുടെ കയ്യിലേക്ക്. ഇപ്പൊ നിങ്ങൾ കേൾക്കാറില്ലേ ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി എന്നൊക്കെ? ക്യാബിനറ്റ് മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിയും കൂടിയായിരിക്കും ആ മീറ്റിംഗിൽ ഉണ്ടാവുക. ബാക്കിയുള്ള 2 മന്ത്രിമാരും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അതിന്റെ താഴെയുള്ളതാണ് സഹമന്ത്രിമാർ എന്ന് പറയുന്നത്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ തൽക്കാലം നമ്മൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. SCERTയിലുള്ള രീതിക്ക് തന്നെ നമുക്ക് പഠിക്കാം. കാരണം എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്നത് അതേപോലെയാണല്ലോ. സഹമന്ത്രിമാർ. ഈ സഹമന്ത്രിമാർക്ക് സ്വതന്ത്ര ചുമതല ഉണ്ടാവും. ക്യാബിനറ്റ് പദവി ഇല്ലാന്നേ ഉള്ളൂ, ഒരു സ്വതന്ത്ര ചുമതലയൊക്കെ ഉണ്ടാവും. ക്യാബിനറ്റിന്റെ കീഴിലായിട്ടൊന്നും അല്ല അവർക്ക് വർക്ക് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ്. ഇനി അതിനും താഴെയുള്ളതാണ് ഉപമന്ത്രിമാർ എന്ന് പറയുന്നത്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഈ 2 മിനിസ്റ്റേഴ്സിന്റെ കീഴിൽ തന്നെയുള്ളതാണ്. ഇവർക്ക് സ്വതന്ത്ര ചുമതല ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ വഹിക്കുന്ന ആരാണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അവർക്ക് ക്യാബിനറ്റ് പദവി ഉണ്ടാവും. സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ തന്നെയായിരിക്കും എന്ത്? സഹമന്ത്രിമാർ എന്നൊക്കെ പറയുന്നത്. അതിനും കീഴിലുള്ളതാണ് ഏത്? ഉപമന്ത്രിമാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തതോ, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല. പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയൊക്കെ ഉണ്ടാവുക അധികവും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർക്കാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. അടുത്തത്, നിർമ്മല സീതാരാമൻ, അമിത്ഷാ. നമുക്കറിയാം നിർമ്മല സീതാരാമൻ, അമിത്ഷാ ഒക്കെ എന്താണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അടുത്തത്, ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് ആരാണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളത് ക്യാബിനറ്റ് മന്ത്രിമാരാ, സഹമന്ത്രിമാരല്ല. അപ്പൊ ഇതിന് നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. ഓർമ്മിച്ച് വെക്കുക, പ്രധാനമന്ത്രിയുടെ താഴെ ക്യാബിനറ്റ് മന്ത്രിമാര്, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അവരുടെ കയ്യിലായിരിക്കും. അതിന് താഴെ സഹമന്ത്രിമാര്, ക്യാബിനറ്റ് മന്ത്രിമാരുടെ കീഴിലൊന്നും അല്ല, എന്നാലും ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ടായിരിക്കും. ക്യാബിനറ്റ് പദവി ഇല്ലാന്നേ ഉള്ളൂ. അതിനും താഴെ വരുന്ന എന്താണ്? ഉപമന്ത്രിമാരാണ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, 1ഉം 3ഉം ശരി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. ക്ലിയർ ആണ്? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ കുറിച്ച് നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ 8 മേജർ കമ്മിറ്റികളിൽ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. എല്ലാ കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളൊക്കെ ഇതാക്കിയിട്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കലാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്ത ഡ്രാഫ്റ്റ് അംഗീകരിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 7 അംഗങ്ങളായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ കാര്യം കൂടി ഒന്ന് നോക്കി നോക്കാം. നോക്കിയേ, ഭരണഘടനാ നിർമ്മിതിക്ക് ചുക്കാൻ പിടിച്ചു. അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. 47 ഓഗസ്റ്റ് 29 രൂപീകരിച്ചത്. കുറെ കമ്മിറ്റികളുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്തു? ഡ്രാഫ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ റിപ്പോർട്ട് എവിടെ സമർപ്പിച്ചു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ സമർപ്പിച്ചു. പക്ഷെ സമർപ്പിച്ച അതേപോലെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണോ ചെയ്തേ? അല്ല, അതിലും കുറെ ഭേദഗതികളും കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി. പിന്നെയോ അത് കഴിഞ്ഞതിന് ശേഷം 1949 നവംബർ 29 അല്ല കേട്ടോ, ഇതൊരു ചെറിയൊരു തെറ്റാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള. 49 നവംബർ 26 എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ ഈ ഒരു ഡ്രാഫ്റ്റിന് അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, BR അംബേദ്കർ ആണ് അധ്യക്ഷൻ. കിട്ടി, അറിയാം നമുക്ക്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകാൻ വേണ്ടിക്കൊണ്ടല്ല ഈ കമ്മിറ്റി ഉണ്ടാക്കിയ, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിക്കൊണ്ടാണ് അല്ലെ. അംഗീകാരം കൊടുക്കുന്ന ആരാന്നിട്ട്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. കറക്റ്റാണ്. 46 ഓഗസ്റ്റ് 29, 46-ലല്ല 47 രൂപീകരിച്ചത് അല്ലെ. അതായത് 46 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെ രൂപീകരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഓർമ്മിക്കാം. ഇതിൽ ഏതാ ആൻസർ വരിക? 1, 3 ശരി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുല്യതാ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്, വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയണം. ഏത് ആർട്ടിക്കിളാണ്? 326. അപ്പൊ സാർവത്രിക വോട്ടവകാശത്തിനെ കുറിച്ച്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 326 അല്ലെ. ഇനി വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തിനെ കുറിച്ചല്ല പറയുന്നത്, 326 ഓൾറെഡി ഇവിടെ പറഞ്ഞു.
അടുത്തത് നോക്കിയേ, 89-ൽ 61-ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് എത്രയാക്കിയത്? 18 വയസ്സാക്കിയത്. കറക്റ്റാണ്. ഇവിടെ കൊടുത്തത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയ രീതിക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കി വെക്കേണ്ടത് നിങ്ങൾ ഭേദഗതിയുടെ കാര്യം നോക്കി വെക്കണം. 89-ലെ 61-ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം എന്ത് ചെയ്യുന്നത്? 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് കുറയ്ക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനും ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? നമ്മളോട് ചോദിച്ചത് അനുയോജ്യമായ വസ്തുതകൾ എന്നാണ്. അതിലേതൊക്കെയാണ് ആൻസർ വരുന്നത്? 1, 3 ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിലൊക്കെ ചോദിക്കുന്ന കോമൺ ആയിട്ട് എങ്ങനെ തന്നെയാണ് തുല്യതാ ടെക്സ്റ്റ് ബുക്കും SCRTയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. എങ്ങാനും ഇത് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പെട്ടുപോകാൻ നിങ്ങൾ ഇരിക്കട്ടെ. അതായത് ഇപ്പം രാഷ്ട്രപതിമാരെയൊക്കെ നമ്മൾ ഓർഡർ വെച്ച് പഠിച്ചിട്ടുണ്ടാവും, പ്രധാനമന്ത്രിമാരെയും ചിലപ്പോൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും, ഉപരാഷ്ട്രപതിമാരെങ്കിലും ഓർമ്മയിലില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാം. ജഗദീപ് ധൻഖറാണ് നിലവിലെ 14-ാമത്തെ ഉപരാഷ്ട്രപതി എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് 4-ാമത്തതായിരിക്കും ഉറപ്പാണ് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അതിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ അല്ലേ? പിന്നെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഓർമ്മയുള്ള ഒരു കാര്യമായിരിക്കും, VV ഗിരിയാണ് ആദ്യത്തെ നമ്മുടെ ആക്ടിംഗ് രാഷ്ട്രപതിയായിട്ട് എത്തുന്ന ഉപരാഷ്ട്രപതി. ആദ്യത്തെ ആക്ടിംഗ് രാഷ്ട്രപതിയായിരുന്നു ആര്? VV ഗിരി. അതായത് സക്കീർ ഹുസൈൻ രാഷ്ട്രപതിയായ സക്കീർ ഹുസൈൻ പദവിയിലിരിക്കെ മരണപ്പെടുന്ന സമയത്ത് അന്നത്തെ ഉപരാഷ്ട്രപതിയായ VV ഗിരിയാണ് എന്താവുന്നത്? ആക്ടിംഗ് രാഷ്ട്രപതി ആവുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം VV ഗിരി ആണെന്നുള്ളത് ഓർത്തെടുക്കാനും പറ്റും. അപ്പം തന്നെ നമുക്ക് ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ്. അതിൽ രണ്ടാമത്തത് ആർ വെങ്കിട്ടരാമൻ, പിന്നെ ഹമീദ് അൻസാരി, അത് കഴിഞ്ഞിട്ട് ജഗദീപ് ധൻഖർ. ഓക്കെ, അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഓർഡർ എന്ത് ചെയ്യണം നമ്മളൊന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഉപരാഷ്ട്രപതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 63. രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിലുണ്ട്. 2 അംഗങ്ങളും ചേർന്നിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 5 വർഷ കാലാവധിയാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഉള്ളത്. നമുക്കറിയാവുന്നതാണ്. നോക്കണേ, രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ അംഗീകരിക്കപ്പെടുന്ന പ്രമേയം ലോകസഭ കൂടെ അംഗീകരിച്ചാൽ ഉപരാഷ്ട്രപതിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി കൊണ്ട് കഴിയും. നോക്കുക, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിൽ നമ്മൾ പറയുന്നുണ്ട് ഏത് സഭയിലും അവതരിപ്പിക്കാം. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം ഏത് സഭയിലും അവതരിപ്പിക്കാം. പക്ഷെ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? രാജ്യസഭയിലാണ്. രാജ്യസഭ അത് പാസ്സാക്കി കഴിഞ്ഞ് ലോകസഭ കൂടെ പാസ്സാക്കിയാലാണ് ഇവരെന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. പക്ഷെ ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുൻപ് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത്, എന്നിട്ട് ലോക്സഭയിലേക്ക് പോകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആർട്ടിക്കിൾ 63 ഇലക്ട്രൽ കോളേജ് കാലാവധി നീക്കം ചെയ്യുന്ന പ്രോസസ്സ്, ഇതൊക്കെയാണ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക്. ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്, റിട്ടുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം റിട്ട് എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം ഹാജരാക്കുക. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തെ മൊത്തം ഇങ്ങനെ വരച്ച് വെച്ച് അവിടെ ഒരു എന്താ തേനീച്ചക്കൂട് പോലെ ആക്കി വെച്ചിട്ട് ഓപ്ഷനിലേക്ക് വരരുത്. ഇവിടെ നോക്ക്, 1, 2 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ, എല്ലാം തിരഞ്ഞെടുത്താൽ മതി. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലേ? അപ്പം തന്നെ ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ചാടിക്കറി മാർക്ക് ചെയ്യേണ്ട, ബാക്കിയുള്ളതും കൂടെ നോക്കുക. മൂന്നാമത്തത് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരോധനം. കോ വരണ്ടോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരത്തിൽ കിട്ടി? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം ഞാനിവിടെ അത് എന്താന്നുള്ളതൊന്നും വിശദീകരിക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചെത്തിയിട്ടുണ്ടാവും. പക്ഷെ ആൻസർ മാർക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഓപ്ഷൻ ഒഴിവാക്കാനുണ്ടോ എന്ന് നോക്കുക. എലിമിനേഷൻ മെത്തേഡ് എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ അടുത്ത ഓപ്ഷൻ നോക്കുക. വേഗം തന്നെ ആ ഒരു കാര്യം എഴുതി തീർക്കുക. നമുക്ക് അധികം ടൈമൊന്നും അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ എക്സാം ഹാളിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്.
11-ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 11-ാം പട്ടികയിലെ 29 വിഷയങ്ങളാണുള്ളത്. 11-ാം പട്ടിക കൂട്ടിച്ചേർത്തത് 73-ാം ഭേദഗതിയിലൂടെയാണ്. സ്ത്രീകൾക്ക് 1/3 കുറയാത്ത സംവരണം എന്ന് പറയുന്നുണ്ട്. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. എൻ്റെ കൂടെ പറയാം, ഏപ്രിൽ 24. ഓക്കെ, ഏപ്രിൽ 24 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? പഞ്ചായത്ത് രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഈ 73-ാം ഭേദഗതി 74-ാം ഭേദഗതി നിലവിൽ വരുന്നത്. രാഷ്ട്രപതി ആ സമയത്ത് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവനയെ ചോദിച്ചത് ഏതാ? ഓപ്ഷൻ സി, 3-ാമത്തെ പ്രസ്താവന. അപ്പൊ 73-ാം ഭേദഗതി എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മുടെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതിലാണ്? ഈ പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറഞ്ഞ പാഠത്തിലാണ്. കൃത്യമായിട്ട് ഇതിൽ 89-ൽ പാസ്സാക്കി, 89-ൽ അവതരിപ്പിച്ചു, 92-ൽ പാസ്സാക്കി, പിന്നെ 93-ൽ നിലവിൽ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ത്രിതല ഘടനയാണ് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത്, അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക, ഗ്രാമം, ബ്ലോക്ക്, ജില്ല. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബേസ് ആണ്, അടിത്തറ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിന് കുറെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. പഞ്ചായത്ത് സമിതി എന്നും മണ്ഡൽ പഞ്ചായത്ത് എന്നും താലൂക്ക് പഞ്ചായത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? എന്തൊക്കെയാ? പഞ്ചായത്ത് സമിതി, മണ്ഡൽ പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ്. പിന്നെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മേൽഘടകമാണ് ഇത്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പിന്നെ അതിൽ സംവരണത്തിന്റെ പറയുന്നുണ്ട്, ചുരുങ്ങിയത് 1/3 സീറ്റുകൾ എന്നാണ് പറയുന്നത്. ചുരുങ്ങിയത് 1/3 സീറ്റുകൾ. അപ്പൊ ഇപ്പൊ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയാണ്, പകുതിയെന്ന സംവരണം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ഏറ്റവും കുറഞ്ഞത് 1/3 സീറ്റുകളുടെ സംവരണമാണ് അവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി വിഷയങ്ങൾ, 11-ാം പട്ടികയിൽ 29 വിഷയങ്ങളാണുള്ളത്. ഈ 11-ാം പട്ടിക ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാ? 73-ാം ഭേദഗതിയിലൂടെയാ. 74-ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ പട്ടിക? 12-ാം പട്ടികയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും ചേരുംപടി ചേർക്കുക. ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക. ധനകാര്യ കമ്മീഷൻ ഏതാണ്? ആർട്ടിക്കിൾ 280 അല്ലേ? ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനെ ക്യാൻസൽ ചെയ്യാനുള്ളൂ. അടുത്തത് സ്വത്തവകാശം. 44-ാം ഭേദഗതിയിലൂടെ മൗലികാവകാശം നീക്കം ചെയ്ത് നിയമാവകാശമാക്കിയിട്ട് 300A ഉൾപ്പെടുത്തിയത്. അതിൽ ഇവിടെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അടുത്തത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിന്റെ മലയാളമാണ് ആക്ഷേപ വിചാരണ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 61ആണ്. 3 എന്ന് പറയുന്നത് ഇവിടെ 4ആണ്. ഇത് നമുക്ക് ആൻസർ, ഇതും ക്യാൻസൽ ചെയ്യാം. റിട്ടധികാരം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? ഈ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ഓപ്ഷനിലേക്ക് എത്തിയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പോവാ കേട്ടോ. അടുത്ത നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ മൗലിക കടമ, അടുത്തത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, ശാസ്ത്രബോധം വളർത്തിയെടുക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക, അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ ഇവിടെ തെറ്റുകൾ കൊടുത്തിട്ടുള്ളതാ, ഇവിടെയാണ് തെറ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ളതെന്നാണ് അല്ലെ? ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? 6 മുതൽ 18 വയസ്സ് വരെയുള്ളതെന്നാണ്. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കിയെടുക്കാം. തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്, ഓപ്ഷൻ സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഇത് കണ്ടോ, ഇവിടെ ഓപ്ഷൻ എ ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്? നേരെ പോയി ചാടി കയറി മാർക്ക് ചെയ്യരുത്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആവും. ഇതിൽ കൊടുത്ത കാര്യം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് നേരെ പോയിട്ട് മാർക്ക് ചെയ്യരുത്. അവിടെ സബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ തന്നിട്ടുള്ള 2 പരീക്ഷകളുടെയും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും അതിനെന്ത് കൊടുക്കുന്നുണ്ട്? സബ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് നമ്മളെ കുടുക്കിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ അല്ല ആൻസർ വരിക. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കുക, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ കാര്യം തന്നെ നോക്കിയേ, മൻസുഖ് മാണ്ഡവ്യാണെന്ന് നമുക്കറിയാം. നേരെ പോയി ഓപ്ഷനെ മാർക്ക് ചെയ്യരുത്. ഇവിടെ ഏതാണ് വരുന്നത്? അതിൻ്റെ സബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ നോക്കി വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം നമ്മൾ. മന്ത്രിമാരും അതിൻ്റെ വകുപ്പുകളും. ഓക്കെ, മെയിനായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ ഒന്ന് നോക്കി വെക്കണം. ഏതൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ മന്ത്രി, വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും ചില മന്ത്രിമാരുടെ പേരുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഞാൻ ഇപ്പം ഇവിടെ പറയുന്നില്ല, വീഡിയോയിൽ ലെങ്ത് കൂടി, ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവന 15ാമത്തെ പ്രസിഡന്റ്, കറക്റ്റ് ആണ് അല്ലേ? 15ാമത്തെ രാഷ്ട്രപതിയാണ് ഇത്, ദ്രൗപദി മുർമു. 14ാമത്തെ
തെറ്റാണ്, കാരണം മറ്റേ ശരിയായ തെറ്റായിരിക്കും എന്തായാലും. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിരുന്നു. പിന്നെ അടുത്ത കൊടുത്തത് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒഡീഷ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ദ്രൗപദി മുർമു, നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുയുടെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. ദ്രൗപദി മുർമുയുടെ സംസ്ഥാനം ഒഡീഷയാണ്. പക്ഷെ എവിടുത്തെ ഗവർണറായിരുന്നു? ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. ജാർഖണ്ഡ് ഗവർണറായിരുന്നു. അപ്പം തന്നെ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം ദ്രൗപദി മുർമു അധികാരം ഏൽക്കുന്നത് എപ്പോഴാ? 2022 ജൂലൈ 25-നാണ്. 2022 ജൂലൈ 25-നാണ് അധികാരം ഏൽക്കുന്നത്. ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത് അല്ലേ? അപ്പം ഓപ്ഷൻ ബി 1, 3 ശരി. ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലേ? ഓപ്ഷൻ ഡി 1 ശരി. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. എങ്ങനെ ഓപ്ഷനിലേക്ക് എത്തും പെട്ടെന്ന് തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിന് സബ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈസി ആയിട്ടുള്ളതും പിന്നെ ടഫായിട്ടുള്ളതും ഒക്കെ, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ച് ലെവൽ ക്വസ്റ്റ്യൻസിന് മാത്രമേ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അതും തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് തരുന്നൊരു സൂചന എന്ന് പറയുന്നത് എന്താ? മെയിനായിട്ട് ഒന്ന്, തുല്യതാ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതും NCERT എന്നുള്ള ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേ സെന്റൻസ് അതേപോലെയാണ് ഇതിൽ വരുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പം നമ്മളത് കൃത്യമായിട്ട് വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ വല്ലാണ്ട് കൺഫ്യൂസിങ് കാര്യങ്ങൾ വരുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് മറ്റതിൻ്റെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊടുക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അവരൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സബ് ഓപ്ഷൻ കൊടുത്തിട്ട് എങ്ങാനും ഒന്ന് തെറ്റാണെങ്കിൽ തെറ്റട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് സബ് ഓപ്ഷൻ കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പഠിക്കാൻ. ഇനിയും വരുന്ന എക്സാമുകളൊക്കെ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ LDC അല്ല വേറെ ഏതെങ്കിലും എക്സാമുകളാണ് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു GK പാർട്ടൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷോ മലയാളോ മാത്സോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം. സ്വന്തം നല്ല രീതിക്ക് ഇവാലുവേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്